ഹായ് ഗൈസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്ന ഒരു സൂപ്പർ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. അതാണ് ടെർണറി ഓപ്പറേറ്റർ. ഓക്കെ, സോ മുമ്പ് നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ യൂസ് ചെയ്തു നമ്മുടെ കോഡ് റൺ ചെയ്തിരുന്നു. പക്ഷേ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യില്ല എന്നതാണ് മെയിൻ പോയിൻ്റ് ഉള്ളത്. ഓക്കെ, സോ എൻ്റെ കോഡിൽ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് അതിന് ശരിയായ വാല്യൂ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യണം എന്ന് നമുക്ക് പല സമയത്ത് റിക്വയർമെൻറ്റ് വന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഇവിടെ ഈ വാല്യൂ കണ്ടോ, മോഡ് അറ്റാക്ക്, ലോഗ് ഇവൻറ്റും. സോ നമുക്ക് ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്ത് വാല്യൂ നമുക്ക് ഇടണം ഇതിൻ്റെ ഉള്ളിലേക്ക്. പക്ഷേ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കറൻ്റ് റിട്ടേൺ ചെയ്യുന്നില്ല. സോ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ടെർണറി ഓപ്പറേറ്ററിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ കറൻ്റ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് റിട്ടേൺ ചെയ്തെടുക്കാൻ പറ്റില്ല. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ വാല്യൂ നൽകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, സോ ഇങ്ങനൊരു കോഡ് നമുക്ക് എഴുതാൻ പറ്റില്ല ഇവിടുത്തെ കേസിലേക്ക്. സോ കോൺസ്റ്റ് യൂസർ നെയിം ഈക്വൽ ടു ഇഫ് കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് ഇവിടെ റിട്ടേൺ ഉള്ളിൽ ഇഫ് ട്രൂ ആണെങ്കിൽ റിട്ടേൺ മാക്സ്, ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തത് റിട്ടേൺ മാക്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റിട്ടേൺ നൾ. പക്ഷേ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ കോഡ് നമുക്ക് വർക്ക് ആവില്ല. ഓക്കെ, സോ ഇത് സിൻടാക്സ് എറർ അടിക്കും, കാരണം ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നുള്ളത്. പക്ഷേ സംടൈംസ് നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് കണ്ടീഷൻ വാല്യൂസ് വേണം. നമ്മുടെ റിയൽ പ്രൊജക്റ്റ് നമുക്ക് കണ്ടീഷൻ അനുസരിച്ച് വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യണം എന്ന് ആവശ്യം വരും. ഓക്കെ, നമ്മുടെ എക്സാമ്പിളിൽ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഗെയിം ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഈ ഗെയിമിൽ അറ്റാക്ക് ഡാമേജും ലോഗ് ഇവൻറ്റും നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, അറ്റാക്ക് വാല്യൂയും ലോഗ് ഇവൻറ്റും. സോ ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കണ്ടീഷൻ അനുസരിച്ച് വാല്യൂ മാറുന്ന വേരിയബിൾസിലേക്കാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. സോ ബേസിക്കലി ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എഴുതിയിരിക്കുന്നത് ലൈക്ക് ഇഫ് മോഡ് ഈക്വൽ ടു മോഡ് അറ്റാക്ക് ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് അറ്റാക്ക് വാല്യൂയും ലോഗ് ഇവൻറ്റും നമ്മൾ എടുത്തിട്ടുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. എൽസ് അതിന് പിന്നെ ഇങ്ങനെ അസൈൻ ചെയ്യാൻ എഴുതുന്നത്. സോ ഇത് വർക്കാവില്ല എന്നില്ല, ഇത് വർക്കാവും. പക്ഷേ ഇതിൽ നമുക്ക് ചെക്ക് ചെയ്താൽ ലൈൻസ് കുറച്ച് അധികമാണ് വേണ്ടത്. ഓക്കെ, പിന്നെ കുറച്ചും കൂടി ക്ലീനർ നമുക്ക് ആക്കാനുണ്ട്. സോ അത് ടെർണറി ഓപ്പറേറ്റർ ഉണ്ടാക്കാനുള്ള മെയിൻ റീസൺ അതുകൊണ്ടാണ് ആക്ച്വലി. സോ ടെർണറി ഓപ്പറേറ്ററിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലും ഇത് കണ്ടോ, സെയിം നമുക്ക് വാല്യൂ വന്നിട്ടുണ്ട് ഇവിടെ. ഇതാണ് ടെർണറി ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന വിധി, ഒരു വേ ആക്ച്വലി. സോ ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഭയങ്കര സ്ട്രക്ചറാണ് ആക്ച്വലി, വെരി സിമ്പിളാണ്, സ്ട്രക്ചറാണ്, അത്യാവശ്യം നല്ല സിമ്പിളാണ് ഇത്. ഓക്കെ, സോ ബേസിക്കലി ഇതെന്ന് വെച്ചാൽ കണ്ടീഷൻ ക്വസ്റ്റ്യൻ മാർക്ക് അങ്ങനെ എഴുതുന്നത്. ഇതൊരു കണ്ടീഷൻ ക്വസ്റ്റ്യൻ മാർക്ക്, എന്നിട്ട് വാല്യൂ ട്രൂ, എൽസ് കോളൻ ഇട്ടിട്ട് അത് വാല്യൂ ഫോൾസ്. സോ ഇത് ബേസിക്കലി ഒരു ഇൻലൈൻ ഇഫ് എൽസ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത് വാല്യൂ റിട്ടേൺ ചെയ്യുന്നു, അതുകൊണ്ട് കോൺസ്റ്റൻറ്റിൽ അത് നമുക്ക് ഇവിടെ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഐദർ മാക്സ് ഓർ നൾ. ഇഫ് ലോഗിൻ ട്രൂ ആണെങ്കിൽ മാക്സ് റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ നൾ റിട്ടേൺ ചെയ്യും. എന്നിട്ട് ആ വാല്യൂ യൂസർ നെയിമിലേക്ക് കറസ്പോണ്ടിങ്ങിൽ അത് അസൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ട് കോൺസ്റ്റൻറ്റിൽ ആ വാല്യൂ സ്റ്റോർ ആവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എക്സാമ്പിൾ നമുക്ക് പറഞ്ഞു, നമ്മൾ എഴുതിയിരുന്നത് ഇതിൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലൈക്ക് ഈസ് ലോഗിൻ ട്രൂ ആണെങ്കിൽ എന്താ വെച്ചാൽ മാക്സ് ആയിരിക്കും വാല്യൂ, ഫോൾസ് ആണെങ്കിൽ നള്ളായിരിക്കും വാല്യൂ. ഇത് ഭയങ്കര സിമ്പിൾ ബ്യൂട്ടിഫുൾ ക്ലീൻ കോഡായി മാറി ഇങ്ങനെ എഴുതുമ്പോൾ. സോ നമുക്കിനി നമ്മുടെ മോൺസ്റ്റർ ഗെയിമിൽ നമ്മുടെ കോഡിൽ കുറച്ച് ഈ ടെർണറി ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. സോ ബേസിക്കലി അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് മോഡ് അറ്റാക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ടെർണറി ഓപ്പറേറ്റർ വഴി നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഈ ലോഗ് അറ്റാക്ക് വാല്യൂ നമുക്ക് ഈക്വൽ ടു, ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്യാണ് മോഡ് ഈക്വൽ ടു മോഡ് അറ്റാക്ക് ആണെങ്കിൽ. ഓക്കെ, മോഡ് അറ്റാക്ക് ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്താ വാല്യൂ എന്ന് വെച്ചാൽ അറ്റാക്ക് വാല്യൂ ആണ് വേണ്ടത്, അറ്റാക്ക് വാല്യൂ. എൽസ് ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സ്ട്രോങ് അറ്റാക്ക് വാല്യൂ. ഓക്കെ, എന്നിട്ട് അപ്പോൾ ബേസിക്കലി ഈ അറ്റാക്ക് വാല്യൂ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മളിത് മോഡിഫൈ ചെയ്യുന്നില്ലേ വാല്യൂ. അപ്പോൾ നമുക്ക് കോൺസ്റ്റ് ആയിട്ട് കൊടുക്കാം. സെയിം പോലെ തന്നെ ഇവിടെ കോൺസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ലോഗ് ഇവൻറ്റ് ഈക്വൽ ടു ബേസിക്കലി ഇതിൽ മോഡ് അറ്റാക്ക് ആണെങ്കിൽ എൽസ്. സോ മോഡ് അറ്റാക്ക് ആണെങ്കിൽ ലോഗ് അറ്റാക്ക്, എൽസ് ആണെങ്കിൽ സ്ട്രോങ് അറ്റാക്ക്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ കോഡ് കമൻ്റ് ഔട്ട് ചെയ്യാം. ഇത് ആവശ്യമില്ല, സേവ് ചെയ്യാം. ഓക്കെ, സോ ഇതിപ്പോൾ നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഒരു ലൈനിൽ തന്നെ വാല്യൂ സെറ്റ് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ കോഡിൽ. ഓക്കെ, ആൻഡ് ഇമ്പോർട്ടൻ്റ്ലി എന്ന് വെച്ചാൽ ഇനി വേരിയബിൾ റീഅസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ലെറ്റിൽ നിന്ന് നമ്മൾ കോൺസ്റ്റ് എന്നുള്ളത് ചേഞ്ച് ചെയ്തത്, ലെറ്റിൽ നിന്ന് കോൺസ്റ്റിലേക്ക് മാറ്റിയത്. സോ സെയിം ലോജിക്കാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്, ലോഗ് ഇവൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ കോഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ആൻഡ് സ്മാർട്ടായി ജാവാസ്ക്രിപ്റ്റിൻ്റെ റിയൽ പവർ ഫീൽ നമുക്ക് ചെയ്യാൻ പറ്റും ബേസിക്കലി ഇതിൽ. ഓക്കെ, സോ നമുക്ക്
നമുക്ക് ഇനി അടുത്ത് നോക്കാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ ഇനി എപ്പോഴാണ് ടെർണറി യൂസ് ചെയ്യാൻ പാടില്ലാത്തതെന്നുള്ളതാണ്. സോ ടെർണറി ബേസിക്കലി നമുക്ക് നെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒന്നുമില്ല, ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിക്കാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണ്ടീഷൻ, ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞോളൂ, കണ്ടീഷൻ 1 അത് ട്രൂ ആണെങ്കിൽ വാല്യൂ 1. ഓക്കെ, അത് ഫോൾസ് ആണെങ്കിൽ നമുക്ക് പിന്നെ എഴുതാം കണ്ടീഷൻ നെസ്റ്റഡ്. കണ്ടീഷൻ 2 ഇനി അത് ട്രൂ ആണെങ്കിൽ വാല്യൂ 2 എൽസ് വാല്യൂ 3. സോ ബേസിക്കലി ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ മനസ്സിലാവുമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ വാല്യൂ എടുക്കും, ഇത് ഫോൾസ് ആണെങ്കിൽ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഓക്കെ, കണ്ടീഷൻ 2 ചെക്ക് ചെയ്യും, അത് ട്രൂ ആണെങ്കിൽ വാല്യൂ 2 കൊടുക്കും, അല്ലെങ്കിൽ വാല്യൂ 3 എടുക്കും. പക്ഷേ ഇതിലെന്ന് വെച്ചാൽ ഇത് കുറച്ച് മനസ്സിലാക്കാൻ റീഡ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കൺഫ്യൂസിങ് ആയാൽ നമ്മളെന്താ വെച്ചാൽ നോർമൽ ഇഫൽസ് തന്നെ ഉപയോഗിക്കുകയാണ് ബെറ്റർ. കാരണം ഇങ്ങനെ നെസ്റ്റഡ് ടെർണറി യൂസ് ചെയ്യുന്നതിനേക്കാളും ഭേദം ബേസിക്കലി നമ്മൾ നോർമൽ ഇഫൽസ് യൂസ് ചെയ്യണം വളരെ ബെറ്റർ. റീഡബിൾ കോഡാണ് എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുക കൂടുതലും. ഇതിങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് റീഡ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഓക്കെ, ഞാൻ റിമൂവ് ചെയ്യാം, ഞാനത് കാണിക്കാൻ വേണ്ടി എഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി ബേസിക്കലി ഒരു ചെറിയ തിയറി പോയിന്റ് കൂടി ഞാൻ കവർ ചെയ്യാം. ഓഫൺ നിങ്ങൾ കേട്ടിട്ടുണ്ട് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്രഷൻ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടാവും ചിലപ്പോൾ. സോ ഇവ രണ്ട് സെയിം അല്ല, എക്സ്പ്രഷനും സ്റ്റേറ്റ്മെൻറ്റും സെയിം അല്ല. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ എന്ന് വെച്ചാൽ 5+7 എഴുതാം നമുക്ക്, അല്ലെങ്കിൽ ഹലോ എന്ന് എഴുതാം ഈ സ്ട്രിങ്, അല്ലെങ്കിൽ നമുക്കെന്ന് വെച്ചാൽ നമുക്ക് ഈ കണ്ടീഷൻ എഴുതാം മോഡ് ഈക്വൽ ടു മോഡ് അറ്റാക്ക് എന്ന് വെച്ചാൽ ഈ ടെർണറി ഓപ്പറേറ്റർ. സോ അതെല്ലാം തന്നെ ബേസിക്കലി എന്ന് വെച്ചാൽ എക്സ്പ്രഷൻസ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കോഡ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്, പക്ഷേ വാല്യൂ റിട്ടേൺ ചെയ്യില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും, ഫോർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും, വൈൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. അതിന് എക്സ്പ്രഷൻ എന്ന് പറയില്ല, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുക. ഓക്കെ, ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് വാല്യൂ അസൈൻ സൈഡ് ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല, അസൈനൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, റിട്ടേൺ ചെയ്ത് അസൈൻ ചെയ്ത് എടുക്കാൻ പറ്റില്ല ബേസിക്കലി. പക്ഷേ ടെർണറി ഒരു എക്സ്പ്രഷനാണ്, അത് സ്റ്റേറ്റ്മെൻ്റ് അല്ല, ടെർണറി എക്സ്പ്രഷനാണ്, അത് വാല്യൂ നൽകുന്നത് നമുക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റും. സോ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റും എക്സ്പ്രഷനും തമ്മിൽ ചെറിയ ഡിഫറൻസ്. ഓക്കെ, ബേസിക്കലി സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 5+7, ഹലോ, ടെർണറി ഓപ്പറേറ്റർ, ഇതെല്ലാം എക്സ്പ്രഷനാണ്. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കോഡ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്, പക്ഷേ അതിൻ്റെ വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യില്ല. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇഫ്, ഫോർ, വൈൽ, ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് എ ലോട്ട്, ബൈ.